തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനം വിധിയെഴുതുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആകെ 38,994 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട്ടുണ്ട്, KV ബൈജു കാസർഗോഡും കണ്ണൂരും വിവരങ്ങൾ പങ്കുവെക്കും. മലപ്പുറത്ത് നിഷാദുണ്ട്, രജേഷ് കുളങ്ങര പയ്യന്നൂരുണ്ട്, ആസാദ് മുക്കം താമരശ്ശേരിയിലുണ്ട്, വയനാട്ടിൽ ജയരാജുണ്ട്, ഒപ്പം CV അനുമോദ് പാലക്കാട്ടെയും മലപ്പുറത്തെയും വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, പോളിംഗ് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. രാവിലെ വലിയ നീണ്ട നിര വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും സമാനമായി തന്നെ വലിയ ആവേശത്തിൽ വടക്കൻ ജില്ലകളിലെ വോട്ടർമാർ എത്തുന്നുണ്ടോ ബൂത്തുകളിലേക്ക്? രഞ്ജിത്ത്, രാവിലെ നമ്മൾ നിൽക്കുന്ന ഈ ബൂത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളാണ്. കുന്നത്തൂർമേട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബൂത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരക്കൊഴിഞ്ഞ ഒരു സാഹചര്യമാണ്. രാവിലെ അല്പം തിരക്കുണ്ടായിരുന്നു, വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ 9 മണിയോടടുക്കുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ വോട്ടർമാരുടെ തിരക്ക് ഒഴിയുന്നു. ആർക്കും വേഗത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഏറ്റവും അവസാനമായിട്ട് ഇവിടുത്തെ ഒരു പോളിംഗ് പേഴ്സൻറ്റേജ് വന്നിരിക്കുന്നത് 7.95, അതായത് 8 അടുക്കുന്നു പാലക്കാട്ടെ പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക്. വലിയ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നില്ല പൊതുവെ എന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്തെ പോളിംഗ് ശതമാനത്തിലും വ്യത്യാസം വന്നിരിക്കുന്നു. മലപ്പുറത്ത് 9 അടുക്കുകയാണ് പോളിംഗ് ശതമാനം. 8.92 മലപ്പുറത്തെ പോളിംഗ് ശതമാനം ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത്. മലപ്പുറത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം പോളിങ്ങിന് കുറേ കൂടി തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിക്ക ഇടങ്ങളിലും വോട്ടർമാരുടെ നിരയും നമുക്ക് ഉണ്ട് എന്നാണ് അറിയാനാകുന്നത്. പോളിംഗ് ശതമാനത്തിലെ ഈ ഒരു 7 അല്ലെങ്കിൽ 8-9 എന്നുള്ളത് ശരാശരി നിരക്കായിട്ട് തന്നെ വേണം കാണുവാൻ. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ എത്തുവാനുള്ള ഒരു സാധ്യത കാണുന്നത് സംസ്ഥാന ശരാശരിക്ക് അടുത്തെത്തുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെച്ച് പോളിംഗ് എത്താനുള്ളൊരു സാധ്യത. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. നമ്മൾ നിൽക്കുന്ന ഈ ഇടത്തിൻ്റെ ഒരു പ്രാധാന്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബൂത്ത് ഇവിടെയാണ്. ഈ കാണുന്ന ബൂത്ത് നമ്പർ 2 അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തേണ്ടതുള്ളത്. അദ്ദേഹം എത്തുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന ഒരു കണക്കൂട്ടൽ ഉണ്ട്. പ്രാദേശിക നേതാക്കൾക്ക് പക്ഷേ ഇതിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന ഒരു വിവരം ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുൻകൂർ ജാമ്യം നേടിയ സ്ഥലം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തുമോ, തൻ്റെ സമ്മതിയാവകാശം വിനിയോഗിക്കാനെത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇത് ഒരുപക്ഷെ നമ്മൾ രാവിലത്തെ KPCC അധ്യക്ഷൻ്റെയും അതിനുശേഷം മുഖ്യമന്ത്രിയുടെയും ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ അതിലെ വൈരുദ്ധ്യവും മനസ്സിലാകുന്നുണ്ട്. കൃത്യമായിട്ട് രാഹുലിനെ പരോക്ഷമായി ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന തരത്തിലാണ് KPCC അധ്യക്ഷൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിരീക്ഷണത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ നിലപാടിനെ കുറച്ചുകൂടി പിന്തുണയ്ക്കുന്ന തരത്തിലാണ് KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു കുറ്റവാളിയാണ് രാഹുൽ എന്ന് തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. അത് രണ്ടും ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായിട്ട് ഏറ്റവും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഒരുപാട് കടന്നു വന്നു എങ്കിൽ പോലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ രണ്ടാം ഘട്ട ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളത് ഏതാണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ എന്ന ചർച്ച പല കോണുകളിലും കാര്യമായി നടക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ്റെ പരസ്യ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നത്. ഇന്നലെയും അദ്ദേഹം ഈ തരത്തിൽ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രേരിതമെന്നും ആസൂത്രിതമെന്നും ഒക്കെ പറയുമ്പോൾ ഈ 2 കേസുകളും അത്തരത്തിൽ കോൺഗ്രസ് കാണുന്ന നിലയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കോടതിയുടെ ഗൗരവതരമായ പരാമർശങ്ങൾ അതിന് ബലം നൽകുന്നുമുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം കൂടുതൽ കടുപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ ഈ ദിവസം മുഴുവൻ നേതാക്കൾക്ക് പ്രതികരിക്കാനുള്ള, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ഘടകമായി കൂടി ഇത് മാറുമെന്ന് കരുതണോ?
തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് ഈ രണ്ട് പ്രസ്താവനകളും വന്നിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസ് അണികൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വിലയിരുത്താൻ കഴിയും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. അത്തരത്തിൽ കേസെടുത്തപ്പോൾ ജാമ്യം നിഷേധിച്ചപ്പോഴാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരായുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കം കൂടിയാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രതികരണമാകും, അഭിപ്രായമാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം കോൺഗ്രസിൽ എപ്പോഴും ഈ വിഷയത്തിൽ രണ്ട് നിലപാടുകൾ വ്യക്തമായിട്ടും ഉള്ളതാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ ഇക്കാര്യത്തിൽ തുറന്നടിച്ചുകൊണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മയപ്പെട്ട നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്വീകരിച്ചാലും കോൺഗ്രസിലെ തന്നെ പ്രമുഖ നേതാക്കൾ ഇതിനെ പിന്തുണയ്ക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവനയും ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു ലൈംഗിക വൈകൃതങ്ങളുള്ള കുറ്റവാളി എന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിനെ വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം ആ വാക്കുകൾ വോട്ടർമാർക്കിടയിൽ നിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉള്ള ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയാൽ അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ഒരുപക്ഷെ വോട്ട് ചെയ്യാനെത്തിയാൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും അല്ലെങ്കിൽ തനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ വിലയിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു ഇമേജ് അത്തരത്തിൽ ഈ ഇലക്ഷനെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്ന തരത്തിലേക്കുള്ളൊരു സാഹചര്യം ഇമേജ് ഉണ്ടാക്കുന്ന തരത്തിലാക്കും വോട്ട് ചെയ്യാനെത്തുമ്പോൾ അതൊരു പക്ഷേ കോൺഗ്രസിന് ഒരിക്കലും ഗുണം ചെയ്യുന്നതായിരിക്കില്ല. മറിച്ച് നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 14 ദിവസമായിട്ട് സ്ഥലം MLA കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ രാഷ്ട്രീയമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ട് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിനും BJPക്ക് വലിയ ആയുധമാകും. ഒരു പക്ഷേ അത് പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്ന് തന്നെയാണെങ്കിലും നാടകീയ സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഇന്നേ ദിവസം പാലക്കാട് നിന്ന് തള്ളിക്കളയാനാകില്ല. രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ വന്നാൽ നമുക്കത് അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങൾക്കും വഴിയൊരുക്കും. അതിൻ്റെ ചലനങ്ങൾ പാലക്കാട് മാത്രമായിരിക്കില്ല ഒരുപക്ഷെ പ്രതിധ്വനിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റം അത് അതീവ ഗുരുതരമാർന്നതാണെന്ന് മുഖ്യമന്ത്രി വരെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം വലിയ ആയുധമാക്കി UDFനെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടയാളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന തരത്തിലൊരു വ്യാഖ്യാനത്തിന് ഈ അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യാനെത്തിയാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചാൽ അത് വഴിയൊരുക്കുകയും ചെയ്യും. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം UDFനെ സംബന്ധിച്ച് ഈ ദിവസം വലിയ തലവേദന ഉണ്ടാകുന്ന സാഹചര്യമായിരിക്കും തീർക്കുക. എന്നാണെങ്കിലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹത്തെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്ക് നേതാക്കൾ മറുപടി പറയേണ്ടതായിട്ട് വരും. ഈ ദിവസം അത് പാലക്കാടിനെ മാത്രമായിരിക്കില്ല, മറിച്ച് ഇലക്ഷൻ നടക്കുന്ന എല്ലാ ജില്ലകളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യും. അതാണ് സാഹചര്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്നെങ്കിൽ അത് അനുമോദ് നിൽക്കുന്ന ആ ബൂത്തിലാണ് രാഹുലിൻ്റെ വോട്ടുള്ളത്. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുവരെ ലഭിക്കുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് പോളിംഗ് നിലയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാര്യമായ പോളിംഗ് 9-10 വരെയൊക്കെയുള്ള നിലയാണ്. കാര്യമായ പോളിംഗ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, നടക്കുന്നുണ്ട് എന്നാണ്. 13.39 ഇതുവരെയുള്ള പോളിംഗ് ശതമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 15,337 വോട്ടർമാർ ടോട്ടൽ. അതെ, അതിനകത്ത് അങ്ങനെ ഒരു കണക്ക് വളരെ കൃത്യമായി വരുന്നുണ്ട്. 13.39 ആളുകൾ ഇതുവരെ വോട്ട് ചെയ്തു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്.